ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേയായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഏകദേശം 3,80,000 കിലോമീറ്റർ അകലെ. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു? റഷ്യ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത്? വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരഷ്കോവ. മനുഷ്യൻ്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസിയാണ് നാസ. ചന്ദ്രനെ ലക്ഷ്യമിട്ട് ആദ്യം സഞ്ചരിച്ച ലൂണ 1 ഏതു വർഷമാണ് യാത്ര പുറപ്പെട്ടത്? 1959. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം? അപ്പോളോ 4 1967. ലൂണ 1 ഏത് രാജ്യത്തിൻ്റെ സംഭാവനയായിരുന്നു? USSR, സോവിയറ്റ് യൂണിയൻ, റഷ്യ. ചന്ദ്രൻ്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിൻ്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകമാണ് ലൂണ 3. 14ാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമാണ് ഫ്രം എർത്ത് ടു മൂൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് ഗലീലിയോ ആയിരുന്നു ആ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസത്തെയാണ് നമ്മൾ സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെ നമ്മൾ എന്തു പറയുന്നു? സൂപ്പർ മൂൺ എന്ന് പറയുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകമാണ് അപ്പോളോ 11. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എജ്യൂസാറ്റ്. സമുദ്ര ഗവേഷണത്തിനു വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം സരൾ എന്ന് അറിയപ്പെടുന്നു. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേരാണ് സൂപ്പർനോവ. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസ. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകമാണ് ടൈറ്റാനിയം. സൂര്യനോട് അടുത്ത ഗ്രഹം ബുധനാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ. ഫസ്റ്റ് മാൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് H.G. വെൽസ്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോപ്പർനിക്കസ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തുവാണ് ചൈനയിലെ വൻമതിൽ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ജഹാംഗീർ ബാബ. ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം. ഇത് പറഞ്ഞത് ആര്? നീൽ ആംസ്ട്രോങ്. ഒരു മനുഷ്യനൊരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം എന്ന വാക്ക് പറഞ്ഞത് നീൽ ആംസ്ട്രോങ് ആണ്. നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷം. ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് 12 വർഷക്കാലമാണ്. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തമാണ്. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്ത സമുദ്രം. അതായത് ആദ്യമായി ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് പ്രശാന്ത സമുദ്രമാണ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര എന്നറിയപ്പെടുന്ന മൗണ്ട് ഹൈഗൻസ് ആണ്. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം വിക്രം സ്റ്റേഷൻ. ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചത്? സ്പുട്നിക് 2. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും? 13 തവണ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8.2 മിനിറ്റ്. ഹാലിയുടെ വാൽനക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം 1986. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. സുനാമിക്ക് കാരണം സമുദ്രത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം മംഗൾയാൻ.
INSATൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് ടൈറ്റാൻ? ശനി. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യൻ. വ്യാഴത്തിൽ ഇടിച്ച ഒരു വാൽനക്ഷത്രം ഷൂമാക്കർ ലെവി 9. സൂര്യനിൽ താപവും പ്രകാശവും ഉത്പാദിപ്പിക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഒളിമ്പസ് മോൺസ്. ധൂമകേതുവിൽ വാൽ ആയി കാണപ്പെടുന്നത് പൊടിപടലങ്ങൾ. ധൂമകേതുവിൽ വാലായി കാണുന്നത് പൊടിപടലങ്ങളെയാണ്. ബഹിരാകാശത്ത് എത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് റേഡിയോ സന്ദേശം വഴിയാണ്. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ജോൺ ഗ്ലെൻ ആണ്. അദ്ദേഹം 77 വയസ്സ്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹത്തിൻ്റെ പേരാണ് കൽപ്പന 1. ഇന്ത്യയുടെ ഭൂപട നിർമ്മാണ പഠനങ്ങൾക്കുള്ള ഉപഗ്രഹം കാർട്ടോസാറ്റ് 1. ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് എത്തിയ വർഷം 1984. ബഹിരാകാശത്ത് എത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ? 138ാമത്തെ സഞ്ചാരി. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം സോയൂസ് T-11. ഏതു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ത്യ സോയൂസ് T-11 നിർമ്മിച്ചത്? റഷ്യയുടെ സഹായത്തോടു കൂടി. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം 1972 ഡിസംബർ 12. ഇവിടെ കൊടുത്തിരിക്കുന്ന യാത്രക്കാരാണ് അവിടെ അവസാനമായി ഇറങ്ങിയത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? രോഹിണി. നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കുന്ന മാനമേത്? പ്രകാശവർഷം. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ ആയ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞനാണ് APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം 1972 ജൂണിലാണ്. ISRO നിലവിൽ വന്ന വർഷം 1969 ജൂൺ 15. ISROയുടെ ആസ്ഥാനം ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ. സമുദ്ര പഠനങ്ങൾക്കുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഓഷൻ സാറ്റ്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. പുലിക്കട്ട് തടാകത്തെയും ബംഗാൾ ഉൾക്കടലിനെയും വേർതിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയാണ്. ഈ ചോദ്യങ്ങൾ നമുക്ക് PSC എക്സാമിനും മറ്റ് എക്സാമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഇതിലുള്ള പ്രധാന ചോദ്യങ്ങളും വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം ആൻട്രിക്സ് കോർപ്പറേഷനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യം ചന്ദ്രയാൻ 1 ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു അണ്ണാദുരൈ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് PSLV C-11. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുമ്പോഴുള്ള ISRO ചെയർമാൻ G. മാധവൻ നായരാണ്. അതായത് ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാനായിരുന്നു മാധവൻ നായർ. മൂൺ മിനറോളജി മാപ്പർ 43 എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചതെന്ന്? 2008 നവംബർ 14. ഇസ്രോ ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതെന്ന്? 2009 ആഗസ്റ്റ് 20. അപ്പോൾ ഇസ്രോ ചന്ദ്രയാൻ ദൗത്യം അവസാനിപ്പിച്ച വർഷം 2009 ഓഗസ്റ്റ് 20. ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രനിലെ സാങ്കല്പിക നിവാസികളുടെ ജീവിതം വിവരിക്കുന്ന നോവൽ ആണ് സോനിയ. ജോഹന്നസ് ക്ലെപ്പറാണ്. വെള്ളി ഏത് ഗ്രഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ശുക്രൻ. ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ എത്ര ശതമാനമാണ് ചന്ദ്രനെ പ്രതിഫലിപ്പിക്കാനാവുക? 7%.
ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം എന്ന് പറയുന്നത് 27 ദിവസവും 8 മണിക്കൂറുമാണ്. ചന്ദ്രനിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾക്ക് പറയുന്ന പേരാണ് മരിയ. ലാറ്റിനിൽ കടലുകൾ എന്നാണ് ഈ വാക്കിനർത്ഥം. കടലുകൾ എന്നാണ് ലാറ്റിൻ ഭാഷയിൽ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം. ഭൂമിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൻ്റെ എത്ര ശതമാനമാണ് കാണാനാവുന്നത്? 59% മാത്രമാണ് കാണാനാവുന്നത്. ചന്ദ്രോപരിതലത്തിൻ്റെ തെളിഞ്ഞ ഭാഗങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറേ. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധനും ശുക്രനുമാണ്. ചന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഗർത്തമാണ് ഷാക്കിൾട്ടൺ ഗർത്തം. ഇന്ത്യയുടെ ചന്ദ്രമനുഷ്യൻ എന്നറിയപ്പെടുന്നത് മയിൽ സ്വാമി അണ്ണാദുരൈയാണ്. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിച്ച 5ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ 103 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.